ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എന്റെ കുഞ്ഞു മക്കൾക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കളെ, നമ്മൾ ഒരുപാട് പഴങ്ങളും പച്ചക്കറികളും ഒക്കെ കഴിക്കാറുണ്ട് അല്ലേ? പക്ഷെ പേര് കണ്ടാല് ഇത് പഴാണോ, പച്ചക്കറിയാണോ, ഫ്രൂട്ട്സ് ആണോ, വെജിറ്റബിൾ ആണോ നമുക്ക് മനസ്സിലാവോ? ഇനി മനസ്സിലായാൽ തന്നെ അതിന്റെ പേരെങ്ങനെയായിരിക്കും അത് എടുത്ത് എഴുതാൻ നിങ്ങൾക്കറിയോ? എല്ലാം നമ്മൾ പഠിക്കണം അല്ലേ? പഠിക്കണ്ടേ? അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഒരു അടിപൊളി ഒരു പരീക്ഷാ ചോദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. പരീക്ഷയ്ക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് കേട്ടോ വരിക. നോക്കിക്കോളൂ, ഇതാണ് ചോദ്യം. ഇതാ ഒരു മുൻവർഷ ചോദ്യമാണ്. മരിയയെ സഹായിക്കാമോ എന്നാണ്. മരിയ എന്ന് പറയുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ ഇവിടെ കുറേ വെജിറ്റബിളും ഫ്രൂട്ട്സ് ഒക്കെ തന്നിട്ടുണ്ട്. പൈനാപ്പിൾ ഫ്രൂട്ട് ആണോ, വെജിറ്റബിൾ ആണോ? വെജിറ്റബിൾ ആണോ, ഫ്രൂട്ട്സ് ആണോ? വെജിറ്റബിൾ ആണ്, പച്ചക്കറിയാണ് അല്ലേ? വെണ്ട. ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്താ മാറ്റി പറയാത്തെ? പൈനാപ്പിൾ എന്താണ്? പൈനാപ്പിൾ. കൈതച്ചക്ക, പൈനാപ്പിൾ ഫ്രൂട്ട്സ് അല്ലേ? അല്ലേ, നമ്മൾ ഫ്രൂട്ട്സ് ആയിട്ടല്ലേ കഴിക്കാറ്. ഇനി വെണ്ടയോ? വെണ്ട ഞാൻ ഇങ്ങനെ പറയുമ്പോതാ വെണ്ട ഫ്രൂട്ട്സ് ആണ്. ശരിയാണോ തെറ്റാണോ? അല്ല, തെറ്റാ ഞാൻ പറഞ്ഞല്ലേ. വെണ്ട പച്ചക്കറിയാണ്, വെജിറ്റബിൾ ആണ്. അപ്പൊ വെജിറ്റബിൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരും. മത്തനോ? മത്തൻ പഴമാണ്. ആണോ? അല്ല. അപ്പൊ ഒന്നും കൂടെ, പൈനാപ്പിൾ എന്താണ്? ഫ്രൂട്ട് ആണ്. നമ്മളെ വെണ്ടയോ, സാമ്പാറിനൊക്കെ എരിയുന്ന വെണ്ട പച്ചക്കറിയാണ്. മത്തൻ പച്ചക്കറിയാണ്. ആപ്പിൾ ഫ്രൂട്ട്. ഉള്ളി വെജിറ്റബിൾ. വാഴപ്പഴം പഴമാണ്, ഫ്രൂട്ട് ആണ്. മുന്തിരി ഗ്രേപ്പ് എന്താണ്? ഫ്രൂട്ട് ആണല്ലേ? ഇനിയോ, ഇവിടെ ഒരു ക്യാരറ്റ് ഉണ്ട്. ക്യാരറ്റ് ഫ്രൂട്ട് ആണോ, വെജിറ്റബിൾ ആണോ? നമുക്ക് സാമ്പാറിനൊക്കെ വേണം, സാലഡ് ഒക്കെ ഉണ്ടാക്കാൻ വേണം. സോ വെജിറ്റബിൾ ആണ് അല്ലേ? പക്ഷെ നമ്മൾ പച്ചയായിട്ട് റോ ആയിട്ടും കഴിക്കും അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ 2 ബോക്സുകളുണ്ട്. ഈ 2 കള്ളിയിലേക്കും നമ്മൾ എന്ത് ചെയ്യണം? ഇതിലുള്ള സാധനങ്ങളെ തരംതിരിച്ചെഴുതണം. അപ്പൊ തരംതിരിക്കുക എന്ന് പറയുന്ന ഒരു പ്രവർത്തനമായിട്ടാണ് ഇത് വരിക. നോക്കണം, ഇവിടെ മുന്തിരി എന്നൊക്കെ കാണുന്നുണ്ട് അല്ലേ? മുന്തിരി, ക്യാരറ്റ്. പിന്നെ മുന്തിരി എന്താണ്? മുന്തിരി ഞാൻ ഇത്രയും നേരം പറഞ്ഞു. അപ്പൊ മുന്തിരി പഴത്തിൽ പെട്ടതാണ് അല്ലേ? പഴങ്ങൾ. അപ്പൊ അവിടെ അതിന്റെ ഹെഡിങ് കൊടുക്കേണ്ടത് പഴങ്ങൾ അല്ലേ? ഇവിടെയോ പച്ചക്കറികൾ. പച്ചക്കറികൾ, പഴങ്ങളും പച്ചക്കറികളും അല്ലേ? ഇനി നമ്മൾ ഓരോന്നും ഇവിടെ എടുത്ത് എഴുതണം. പേരൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് അക്ഷരം തെറ്റിപ്പോവൊന്നുമില്ല, മിസ്റ്റേക്ക് ഒന്നും വരില്ല അല്ലെ? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും വരില്ല. നമുക്ക് നോക്കാം. ഇങ്ങനെ ഇങ്ങനെ ഇത് നല്ല ക്ലാരിറ്റിയോട് കൂടി ടീച്ചർ ഇവിടെ തന്നിട്ടുണ്ട്. പച്ചക്കറി അല്ല, എന്താണ്? പഴം. പച്ചക്കറി, പച്ചക്കറി പഴം അല്ലെ? ഉള്ളി എന്താണ്? പച്ചക്കറി. അങ്ങനെയാണ് നമ്മൾ എഴുതുക. ഇത് നോക്കിയേ, പഴം, മുന്തിരി, ആപ്പിൾ, വാഴപ്പഴം, കൈതച്ചക്ക. പിന്നെ ഇതിന്റെ ഹെഡിങ് എന്താണ്? എന്താണ്? പച്ചക്കറി എന്നാണ് അല്ലെ? അപ്പൊ നമ്മൾ എന്ത് കൊടുക്കുക? ഇവിടെ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. പഴം, പച്ചക്കറി. മുന്തിരി, ആപ്പിൾ, വാഴപ്പഴം, കൈതച്ചക്ക, ക്യാരറ്റ്, മത്തൻ, ഉള്ളി, വെണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണ് ചോദ്യങ്ങൾ വരാം, തരംതിരിക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? തരംതിരിച്ച് എഴുതാൻ പഠിക്കുക. ഇനിയിപ്പോ പഴങ്ങളല്ല, വേറെ എന്തെങ്കിലുമൊക്കെയാണ് വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ലേ? ഇവിടെ പേരൊക്കെ തന്നാൽ, ഇതുപോലെ പേരൊക്കെ തന്നാൽ എന്താണ്, എളുപ്പത്തിൽ നമുക്ക് എഴുതാൻ പറ്റൂലേ? ഇനിയിപ്പൊ ആപ്പിൾ എന്ന പേര് അവിടെ തന്നില്ലെങ്കിൽ എഴുതാൻ പറ്റില്ലേ? ആപ്പിൾ ഫ്രൂട്ടാന്നറിയില്ലേ? അപ്പൊ പഴത്തിന്റെ നേരെയാണ് നമ്മൾ ആപ്പിളിനെ എഴുതുക. വാഴപ്പഴം ഓൾറെഡി പഴമാണ്, വാഴപ്പഴം അല്ലെ? കൈതച്ചക്ക ഫ്രൂട്ട്, പഴമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് മക്കളെ. അപ്പൊ ഇങ്ങനെയൊക്കെ വന്നാലും എന്റെ മക്കൾ എഴുതൂലേ? അപ്പൊ ശ്രുതി ടീച്ചർ വീണ്ടും വരും ഇത്തരം ചോദ്യങ്ങളും ഉത്തരങ്ങളും ആയിട്ട്. മറ്റൊരു ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.